ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. സഭയെ സഭാപിതാക്കന്മാരിലൂടെ വിശ്വാസത്തിൻ്റെ പാഠങ്ങളിൽ ഉറപ്പിച്ച് കൈപിടിച്ച് നടത്തിയ ദൈവമേ, ഞങ്ങളെയും വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ നിറഞ്ഞ ഇന്നത്തെ ജീവിത പരിസരങ്ങളിൽ ഇടറാതെ കൈപിടിച്ച് നടത്തണമേ. ഈ 5-ാം പാഠത്തിലെ 1-ാം ഭാഗത്ത് എന്താണ് സത്യവിശ്വാസം, സത്യവിശ്വാസത്തിനെതിരെ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ശീശ്മകളും പാഷണ്ഡതകളും ഉയർത്തിയ വെല്ലുവിളികൾ, അവ ആത്യന്തികമായി സഭയ്ക്ക് അനുഗ്രഹമായി തീർന്ന കഥ, ഇവയൊക്കെയാണ് നാം പഠിച്ചത്. ഇന്ന് സഭയുടെ ആദ്യത്തെ 7 നൂറ്റാണ്ട് കാലത്ത് സഭയെ വിശ്വാസത്തിൻ്റെ സത്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് തങ്ങളുടെ ആധികാരികമായ പഠനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സഭയെ അതിൻ്റെ ശൈശവ ബാല്യകാലങ്ങളിൽ കൈപിടിച്ച് നടത്തിയ, അതുകൊണ്ട് പിതാക്കന്മാർ എന്ന സ്ഥാനത്തിന് അർഹരായി തീർന്ന സഭാപിതാക്കന്മാരെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. നമ്മുടെ ആരാധനക്രമം, നമ്മുടെ സഭയുടെ ജീവിത ദർശനം, നാം വിശ്വസിക്കുന്ന സത്യങ്ങളുടെ ക്രോഡീകരണം, ഇവയൊക്കെ ഈ സഭാപിതാക്കന്മാരുടെ ചിന്തകളിലൂടെ, രചനകളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പ്രബോധനങ്ങളിലൂടെ ഒക്കെയാണ് പൂർണ്ണ രൂപം പ്രാപിച്ചത്. അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള പഠനം സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച കാര്യങ്ങളുടെ ശൈശവ ബാല്യകാലങ്ങളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനം തന്നെയാണ്. നമുക്കറിയാം, ഇന്നും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ, ആത്മീയ മേഖല മുതൽ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വ്യത്യസ്തതയാർന്ന ഒട്ടേറെ പഠനങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവയൊക്കെ അഭിമുഖീകരിക്കുമ്പോൾ സഭ ആരംഭകാലത്ത് ഇവയൊക്കെ എങ്ങനെ നേരിട്ടുവെന്നും എങ്ങനെ തരണം ചെയ്തുവെന്നുമൊക്കെയുള്ള ചിന്ത നമ്മെ ബലപ്പെടുത്തും. അതുകൊണ്ട് സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള പഠനം വിശ്വാസ സത്യങ്ങളെ സംബന്ധിച്ചും അവയുടെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടങ്ങളെ സംബന്ധിച്ചും ഒക്കെയുള്ള പഠനങ്ങളാണ്. നമുക്ക് സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള വിചിന്തനങ്ങളിലേക്ക് കൃത്യമായി പ്രവേശിക്കാം. ആരാണ് സഭാപിതാക്കന്മാർ എന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കിങ്ങനെ നിർവചിക്കാം. ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവരും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളവരും സഭയ്ക്ക് ആധികാരിക പ്രബോധനം നൽകിയിട്ടുള്ളവരുമായ വിശുദ്ധർ. 4 കാര്യങ്ങളാണ് ഈ നിർവചനത്തിൽ നാം കാണുക. 1, ആദ്യത്തെ 7 നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്നവർ. ആദ്യത്തെ 7 നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ കാതൽ പൂർണ്ണമായി ഈശോ മിശിഹായുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ വെളിവാക്കപ്പെട്ടു. ആ വെളിവാക്കപ്പെട്ട വിശ്വാസ സത്യങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പ്രഘോഷിപ്പിക്കപ്പെട്ട് അതത് സാഹചര്യങ്ങളിലേക്ക് അനുരൂപണപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണിവർ. രണ്ടാമതായി, സഭ ഔദ്യോഗികമായി അംഗീകരിച്ചവരാണിവർ. സഭാപിതാക്കന്മാർ എന്ന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളവർ. മൂന്നാമത്, ഇവർ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് സഭയ്ക്ക് ആധികാരികമായ പ്രബോധനങ്ങൾ നൽകിയവർ എന്ന നിലയ്ക്കാണ്. അവരുടെ പ്രബോധനങ്ങൾ ആധികാരികമാണ്. നാലാമത്, അവർ പ്രബോധനങ്ങൾ നൽകിയവരും ആദ്യകാലത്ത് ജീവിച്ചിരുന്നവരും സഭ അംഗീകരിച്ചവരുമായിരുന്നു എന്ന് മാത്രമല്ല, അവർ വിശുദ്ധരായിരുന്നു. പ്രബോധനവും ജീവിതവും, ജീവിതത്തിൻ്റെ പ്രഘോഷണവും വാക്കുകളുടെ പ്രഘോഷണവും ചേർന്നു പോകുമ്പോൾ മാത്രമാണ് സഭാപിതാവ് എന്ന സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് എന്നുള്ള വലിയ സത്യവും നാം ഓർക്കണം. പ്രധാനപ്പെട്ട ചില സഭാപിതാക്കന്മാരെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടുപോകാം. വിശുദ്ധ അത്തനേഷ്യസ് സഭാപിതാവ് AD
295 മുതൽ 373 വരെ ജീവിച്ചിരുന്ന സഭാപിതാവാണ് വിശുദ്ധ അത്തനേഷ്യസ്. അലക്സാണ്ട്രിയയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അദ്ദേഹം വൈദികനായും പിന്നീട് അലക്സാണ്ട്രിയയിലെ മെത്രാനായും മാറി. സഭാപിതാക്കന്മാരൊക്കെ തന്നെ അപ്പസ്തോലിക പദവി വഹിച്ചവരാണ്. അവർ മെത്രാന്മാരായിരുന്നു. അദ്ദേഹം ഒരു വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു, മഹാഗ്രന്ഥകാരനായിരുന്നു. വിശ്വാസ സത്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട്, ദൈവശാസ്ത്ര സത്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹം ഏറ്റവും പ്രധാനമായി ആര്യനിസത്തിന് എതിരെ പോരാടിയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നിഖ്യ സൂനഹദോസിൻ്റെ പഠനങ്ങൾ, അവിടെയാണ് വിശ്വാസ സത്യങ്ങൾ കൃത്യമായി ക്രോഡീകരിച്ച് വിശ്വാസ പ്രമാണം ഔപചാരികമായി തയ്യാറാക്കപ്പെട്ടത് നിങ്ങൾക്കറിയാം. അത് പഠിപ്പിക്കുന്നതിൽ വലിയ നിഷ്ഠ വെച്ച ഒരു പുണ്യാത്മാവും ആയിരുന്നു വിശുദ്ധ അത്തനേഷ്യസ്. രണ്ടാമത് വിശുദ്ധ ബേസിൽ. വിശുദ്ധ ബേസിലിൻ്റെ ജീവിതകാലം 4-ാം നൂറ്റാണ്ടാണ്. AD 329 മുതൽ 379 വരെ കേസറിയായിൽ ജനിച്ചു. അവിടുത്തെ മെത്രാനായിരുന്നു. നിഖ്യ സൂനഹദോസിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സംഭാവന. അദ്ദേഹവും ആര്യനിസത്തിനും സെബല്യനിസത്തിനും എതിരായ ഈ രണ്ട് പാഷണ്ഡതകൾക്കെതിരായ പോരാട്ടം നയിച്ച ഒരു സഭാപിതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത, പൗരസ്ത്യ സന്യാസ സഭകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. സന്യാസം ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകുന്ന ഒരു പന്ഥാവാണെന്ന് നമുക്കറിയാം. കാരണം ലൗകിക മുഖ്യധാരാ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറിയിരുന്ന് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് മനനം ചെയ്യുകയും അവയെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതിനുള്ള വലിയ ചിന്തയുടെ, ആലോചനയുടെ, ധ്യാനത്തിൻ്റെ, പഠനത്തിൻ്റെ, മനനത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്ന ഇടങ്ങളാണ് സന്യാസ സഭകൾ. അതുകൊണ്ട് അവയുടെ ഒരു സ്ഥാപകൻ, പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിശുദ്ധ ബേസിലിന് പ്രത്യേകമായ പ്രസക്തിയും പ്രാധാന്യമുണ്ട്. സഭയ്ക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരു സഭാ പിതാവാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. ഈ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പിതാവ് 4-5 നൂറ്റാണ്ടുകളിലായി ജീവിച്ചിരുന്നു. 344 AD മുതൽ 407 വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. AD 386 വൈദികനായി. അദ്ദേഹം ഒരു വലിയ പ്രസംഗകനായിരുന്നു. സുവിശേഷ സത്യങ്ങളെ, വിശ്വാസ സത്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആധികാരികമായ, ആകർഷകമായ വലിയ പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ നൽകുന്നതിന് അദ്ദേഹത്തെ പരിശുദ്ധാത്മാവ് പ്രത്യേകം അനുഗ്രഹിച്ചിരുന്നു. AD 397 മുതൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായിരുന്നു. നിങ്ങൾക്കറിയാം, കോൺസ്റ്റാന്റിനോപ്പിൾ പുരാതന ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഹൈഗിയ സോഫിയ എന്നൊക്കെ പറയുന്ന അടുത്ത കാലത്ത് കേരളത്തിൽ വളരെ ചർച്ചാ വിഷയമായ വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ ദൈവാലയമൊക്കെ കുടികൊള്ളുന്ന പ്രദേശമാണ്. അവിടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു സുപ്രധാന കേന്ദ്രമായിരുന്നു. അവിടുത്തെ മെത്രാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ ഗ്രന്ഥകർത്താവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വലിയ പ്രസക്തി, അദ്ദേഹം വിശ്വാസ സത്യങ്ങളെ ഏതൊരു സാധാരണ വിശ്വാസിക്കും മനസ്സിലാകുന്നത് പോലെ വളരെ ലളിതമായി വ്യാഖ്യാനം ചെയ്യുന്നതിനുള്ള പ്രത്യേക വരം സിദ്ധിച്ച ഒരു പിതാവായിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്കൊക്കെ പരിചിതനായ വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാൻ്റെ ജീവിതകാലം AD 354 മുതൽ 430 വരെയുള്ള കാലമാണ്. അദ്ദേഹം ജനിച്ചത് ആഫ്രിക്കയിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത, ജനനത്തിൽ തന്നെയുള്ള പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അച്ഛൻ അക്രൈസ്തവനായിരുന്നു. അമ്മ അതേസമയം വളരെ തികഞ്ഞ ഒരു ക്രൈസ്തവ വിശ്വാസിയുമായിരുന്നു. അമ്മയുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴത്താൽ പാപത്തിൻ്റെ വഴികളിൽ നിന്നും തിരിഞ്ഞ് പുണ്യത്തിൻ്റെ പാതകളിലേക്ക് കടന്നു വന്ന ഒരു വിശുദ്ധാത്മാവ് കൂടി ആണ് വിശുദ്ധ അഗസ്തീനോസ്. സഭയുടെ ഏറ്റവും ആധികാരികമായ, വളരെ ആഴത്തിലുള്ള തത്വചിന്താപരമായ പാഠങ്ങൾ നൽകിയ ഒരു വിശുദ്ധൻ കൂടിയായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പ്രാർത്ഥനകളാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റിയത് നമ്മൾ കണ്ടു. ലൗകികതയുടെ ആഴങ്ങളിലേക്ക് വീണുപോയിരുന്ന ആ വിശുദ്ധാത്മാവിനെ
സത്യവിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ പാതയിലേക്ക് ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടുവന്നു. വൈദികനും മെത്രാനും ഗ്രന്ഥകാരനും ഒക്കെയായി കത്തോലിക്ക സഭയ്ക്ക് എല്ലാ കാലത്തും പ്രിയപ്പെട്ട വിശുദ്ധനായി അദ്ദേഹം മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പച്ചയായി അദ്ദേഹം പകർത്തിവെച്ച ഏറ്റുപറച്ചിൽ എന്ന പുസ്തകം, കൺഫെഷൻ, ദൈവത്തിൻ്റെ നഗരം, സിറ്റി ഓഫ് ഗോഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ ഗ്രന്ഥങ്ങളാണ്. അദ്ദേഹം ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ക്രൈസ്തവികതയെക്കുറിച്ചും നൽകുന്ന പാഠങ്ങളുടെ വില വളരെ വലുതാണ്. പാശ്ചാത്യ സഭയിലെ പിതാക്കന്മാർക്ക് പുറമെ പൗരസ്ത്യ സഭയിലും സഭാപിതാക്കന്മാർ വളരെ ഗഹനമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇവരുടെ ഒരു വലിയ പ്രത്യേകത, ഈശോ ജീവിച്ച പ്രദേശത്ത് തന്നെ ജീവിച്ചവരാണിവർ. കൂടാതെ ഈശോ സംസാരിച്ചിരുന്ന അറമായ ഭാഷയിൽ നിന്ന് ജനിച്ച സുറിയാനി ഭാഷയിൽ പഠനങ്ങളും പ്രഘോഷണങ്ങളും നടത്തിയവരുമാണ് അവർ. അവർ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ കർശനമായ നിലപാടുകൾ എടുക്കുകയും പഠനങ്ങൾ നൽകുകയും ചെയ്തവരാണ്. ദൈവിക ധാർമ്മിക കാര്യങ്ങളെ സംബന്ധിച്ച് പാരമ്പര്യത്തോട് ചേർത്ത് വെച്ചുള്ള വ്യാഖ്യാനങ്ങൾ നൽകിയ സഭാപിതാക്കന്മാർ എന്ന പ്രത്യേക ഖ്യാതി ഈ പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർക്ക് ഉണ്ട്. അവരേറ്റവും അധികം സംഭാവന നൽകിയ രണ്ട് മേഖലകൾ ആരാധനക്രമത്തിൻ്റെ മേഖലയും സന്യാസത്തിൻ്റെ മേഖലയുമാണ്. പ്രത്യേകിച്ച് ആരാധനക്രമ കേന്ദ്രീകൃത ആധ്യാത്മികതയുടെ വക്താക്കളും പ്രയോക്താക്കളുമായിരുന്നു പൗരസ്ത്യ സഭ പിതാക്കന്മാർ. അവരുടെ പ്രത്യേകമായ പാരമ്പര്യത്തിൻ്റെ നേരവകാശികളാണ് നമ്മുടെ സഭയിലെ അംഗങ്ങൾ. പൗരസ്ത്യ സഭയിലെ പല പിതാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധരായ ചിലരുടെ പേരുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. താസിയാൻ, അഫ്രാക്കസ്, വിശുദ്ധ യാക്കോബ്, നിസിബിസിലെ വിശുദ്ധ നർസായി എന്നിവരൊക്കെ സുറിയാനി സഭയിലെ വിശുദ്ധാത്മാക്കളാണ്. പക്ഷേ അവരിൽ ഏറ്റവും പ്രസിദ്ധനും ഏറ്റവും പ്രഗത്ഭനും പ്രിയപ്പെട്ടവനുമായ പൗരസ്ത്യ സഭാ പിതാവ് വിശുദ്ധ അപ്രയമാണ്. AD 306 മുതൽ 376 ജൂൺ 9 വരെ ജീവിച്ച വിശുദ്ധ അപ്രയം. അദ്ദേഹത്തിൻ്റെ ജനനം സിറിയയിലെ നിസിബിസിലായിരുന്നു. അവസാന കാലം എദേസയിലാണ് അദ്ദേഹം ചെലവഴിച്ചത്. വലിയ വിശുദ്ധ ഗ്രന്ഥ ഉപദേശകനും ഗ്രന്ഥകാരനുമായിരുന്നു അദ്ദേഹം. ഏറ്റവും വലിയ പ്രത്യേകത, വളരെ ലളിതമായ കാവ്യങ്ങളിലൂടെ ഗ്രന്ഥങ്ങളിലൂടെ വിശ്വാസ സത്യങ്ങളെ സമഗ്രമായും ഫലപ്രദമായും അവതരിപ്പിച്ചു എന്നുള്ളതായിരുന്നു. ആ ലാളിത്യം കൊണ്ട് തന്നെ അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന് വിളിക്കപ്പെട്ടു. അത്ര വീണാഗാനാലാപം പോലെ ശ്രുതിമധുരവും ലളിതസുന്ദരവുമായി ഗഹനമായ വിശ്വാസ സത്യങ്ങളെ ആവിഷ്കരിക്കുന്നതിന് പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് രൂപപ്പെടുത്തിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എദേസായിലും നിസിബിസിലും അദ്ദേഹം സ്ഥാപിച്ച വിദ്യാപീഠങ്ങൾ സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകുകയുണ്ടായി. നോക്കൂ, സഭാപിതാക്കന്മാരെക്കുറിച്ച് നാം പഠിച്ചു. എന്തൊക്കെയാണ് അവരിൽ നമ്മൾ പൊതുവെ കാണുക? സഭയുടെ സത്യവിശ്വാസത്തോടുള്ള നിതാന്തമായ കൂറ്, ആ വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിക്കുന്നതിനുള്ള ധീരത, ഉറപ്പ്, ലളിതമായ ആഖ്യാനം, അതിനൊത്ത വിശുദ്ധ ജീവിതം, സഭയോടുള്ള വിശ്വസ്തത, ആത്മാർത്ഥത. രണ്ട് വാക്കിലേക്ക് ഇവരുടെ വ്യക്തിത്വങ്ങളെ നമുക്ക് ചുരുക്കാം: ആത്മാർത്ഥത, വിശ്വസ്തത. നമ്മുടെയും ജീവിത പാഠമാകട്ടെ. അപ്പോൾ സഭാപിതാക്കന്മാരുടെ മാതൃക നമ്മുടെ വിശ്വാസ ജീവിതത്തെ പുഷ്പിക്കുന്നതാക്കി മാറ്റും. പ്രാർത്ഥനയോടെ നമുക്ക് പാഠം അവസാനിപ്പിക്കാം. അതിനു മുമ്പൊരു കാര്യം പറയട്ടെ. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള അബദ്ധവിശ്വാസങ്ങളെക്കുറിച്ചുള്ള, പാഷണ്ഡതകളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് രൂപപ്പെടുത്തുക. 1. 2. നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ വിശ്വാസം പിന്തുടരുന്നതിന് അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് മറ്റൊരു കുറിപ്പും തയ്യാറാക്കുക. അപ്പോൾ പ്രായോഗികമായിരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സഭാപിതാക്കന്മാരുടെ ആത്മാർത്ഥതയും വിശ്വസ്തതയും മാതൃകയാകുന്ന ജീവിതം നൽകി ഞങ്ങളെ വഴി നടത്തണമേ. ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.